ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ വിളിക്കരുത്, അത് ശരിയല്ല, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ചേട്ടൻ അത് അനുസരിക്കണം, ഈ വക കാര്യങ്ങളൊക്കെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഭയങ്കര ടെററാണെന്നുള്ള കാര്യത്തിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ആ ചേട്ടന് ഞാൻ ആ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പുള്ളി ചിന്തിക്കുന്നില്ല, പുള്ളി ഒരിക്കലും ചിന്തിക്കില്ല അത് ആ ചേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് ആ ചേട്ടൻ ചിന്തിക്കില്ല. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ വിചാരിച്ച് പറയുകയും ചെയ്തു, പിടിവാശി കൂടുതലാണല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞാൻ എന്ത് പിടിവാശി എടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്തത് നല്ലൊരു കാര്യമാണ്, അത് ആ ചേട്ടൻ അംഗീകരിക്കാൻ പറ്റില്ല. ആ ചേട്ടൻ നോക്കുമ്പോൾ അയ്യോ അവൾ എന്നെക്കാലം ഇളയതാണല്ലോ, അവൾക്ക് എന്ത് പറയാനുള്ള ഒരു അധികാരം, അവൾ ആരാണ്, ആ ഒരു തരത്തിൽ പുള്ളി വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം തന്നെ എന്നെക്കാലം ഇളയ വ്യക്തികളോട് ഞാൻ പറയണം, ഇങ്ങനെ ഹെൽമെറ്റ് വെക്കണം, വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ വിളിച്ച് സംസാരിക്കരുതെന്ന് ഈ ഒരു കാര്യം ഞാൻ ഇളയ വ്യക്തികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവർ വിചാരിക്കും, അവരവിടെ ഏജ് ഡിഫറൻസ് നോക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്നെക്കാളും മൂത്തതാണ് അല്ലെങ്കിൽ ഞാൻ ഇളയതാണ്, അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് നോക്കുന്നില്ല ഇളയ ആൾക്കാർ. അവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് ഞാൻ ഇളയവരായിട്ട് സംസാരിക്കുമ്പോൾ അവരവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് എന്നെ കണ്ടേക്കണത്. എന്നിട്ട് കണ്ടിട്ട് അവർ ചിന്തിക്കും അവളത് പറയുന്നത് കറക്റ്റാണ്, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവും. അവരവിടെ അതെൻ്റെ പിടിവാശിയാണ്, ഇപ്പം ഞാൻ അവരുടെ അടുത്തും ഇതേപോലെ പറയും, ഞാനിത് പറഞ്ഞനുസരിച്ചില്ല ഞാൻ ടെറർ ആവട്ടെ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അതെൻ്റെ പിടിവാശിയായിട്ട് കാണില്ല. പക്ഷേ ഞാൻ മൂത്തൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ മൂത്തൊരു വ്യക്തി അത് മനസ്സിലാക്കാണ്ട് അതിനെ പിടിവാശിയായിട്ട് കണ്ടു. പക്ഷേ ഇളയൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇളയൊരു വ്യക്തി ചിന്തിക്കും അവളത് പറഞ്ഞത് കറക്റ്റാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഞാൻ എന്നെക്കാളും മൂത്തവരായിട്ട് സംസാരിക്കുമ്പോഴും ഇളയവരായിട്ട് സംസാരിക്കുമ്പോഴും അവരത് എന്നെ നോക്കി കാണുന്നത് രണ്ട് കണ്ണിലൂടെയാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവിടെ ഒരു ഏജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണോ എനിക്ക് അറിയത്തില്ല, എന്താണെന്നാവോ.